സ്വതന്ത്ര ഇന്ത്യയുടെ ഇന്നോളമുള്ള കാലഘട്ടത്തിൽ സ്വന്തം പ്രവർത്തനങ്ങൾ കൊണ്ടും വേറിട്ട ചില ശൈലികൾ കൊണ്ടും വ്യത്യസ്തരായ പല പ്രധാനമന്ത്രിമാരെയും നമുക്കറിയാം. അവരിൽ ചുരുക്കം പേരും ഇത്തരം പ്രത്യേകതകൾ കൊണ്ട് തന്നെ മിക്കപ്പോഴും വാർത്തകൾ സൃഷ്ടിച്ചിട്ടുള്ളവരുമാണ്. എന്നാൽ രാജ്യത്തിന്റെ വ്യോമാതിർത്തിക്ക് പുറത്ത് സങ്കീർണമായ ആകാശചാര ദൗത്യം നയിക്കുക എന്ന സാഹസിക കൃത്യം നിർവഹിക്കാൻ തയ്യാറെടുത്ത ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? 1988-ൽ ഒറീസയിൽ സ്ഥിതി ചെയ്യുന്ന ചാർബത്തിയ എയർബേസിൽ രാജ്യത്തിന്റെ ചാരസംഘടനയായ റോയുടെ പുതിയ ചാരവിമാനം ബോയിങ് 707 കമ്മീഷനിങ് ചെയ്യാനെത്തിയ അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ശ്രീ രാജീവ് ഗാന്ധിയാണ് ഇങ്ങനെയൊരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന ഉന്നത അധികാരികളെ ഞെട്ടിച്ചത്. ശത്രുമേഖലകളിലെ ചാരവിവരണ ശേഖരങ്ങൾക്ക് വേണ്ടി സവിശേഷമായി ഒരുക്കിയെടുത്ത റോ-യുടെ ബോയിങ് 707 സ്പെഷ്യൽ എയർക്രാഫ്റ്റിന്റെ സാങ്കേതിക സൗകര്യങ്ങൾ നേരിട്ട് മനസ്സിലാക്കാനായിരുന്നു അങ്ങനെ ഒരാഗ്രഹം പ്രധാനമന്ത്രി തന്റെ ഒപ്പമുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരോട് പറഞ്ഞതും. പക്ഷേ സുരക്ഷാ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ച് അദ്ദേഹത്തിന്റെ അംഗരക്ഷക സേനയും അനുബന്ധമായി ഇന്ത്യൻ വ്യോമസേനയും അനുമതി നിഷേധിച്ചതോടെ ഒറീസ തീരത്ത് ബംഗാൾ ഉൾക്കടലിനു മുകളിൽ ബോയിങ് 707 പറത്താൻ രാജീവ് നിർബന്ധിതനാവുകയായിരുന്നു. തൽഫലമായി ചരിത്രത്തിൽ ഇടം പിടിച്ചേക്കാമായിരുന്ന ഒരു അസുലഭ അവസരമാണ് അദ്ദേഹത്തിന് നഷ്ടമായത്.